അപ്പോ നമുക്ക് ഈ വിദ്യ സ്വീകരിക്കാൻ പോലും ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ സ്വീകരിക്കാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടിയിട്ടല്ല. ഇനി നമ്മുടെ ജീവൻ ഇത് സ്വീകരിക്കുമ്പോൾ നാം ആയിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള അച്ഛൻ മുത്തശ്ശന്മാര് പരമ്പരകളും നമ്മുടേതായിട്ടുള്ള മക്കള് പേരക്കുട്ടികൾ പരമ്പരകളും ആത്മാവായി പുത്ര എന്ന നിയമപ്രകാരം ശുദ്ധരാവുന്നു. നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മിലുള്ള ജ്ഞാനം പൂർവജന്മങ്ങൾ സ്വീകരിച്ചത് പകർന്നു കൊടുക്കപ്പെടുക തന്നെ ചെയ്യും. അവരൊക്കെ ശുദ്ധവും. അതുകൊണ്ടാണ് സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ ഒരാൾക്ക് കേൾക്കാനെങ്കിലും ഉച്ചത്തിൽ ജപിക്കണം. അതല്ലെങ്കിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് വേണം. നമ്മുടെ മനസ്സ് മറ്റൊന്നിലേക്കും പോവില്ല എന്നുള്ള രീതിയിൽ വേണം മനനം ചെയ്യാനായിട്ട്. അപ്പൊ അത് അത്ര ബുദ്ധിമുട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരാൾക്കെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ശരീരം കിട്ടിയാലും ശരി, ശരീരം കിട്ടിയില്ലെങ്കിലും ശരി, പിശാചാവസ്ഥയിലാണെങ്കിലും ശരി, ഇനി അതേപോലെ തന്നെ പിശാച് അല്ലാതെ കൊണ്ട് മറ്റൊരവസ്ഥ ഉണ്ട്. ദേഹമില്ല, പക്ഷെ എങ്കിലും പുണ്യത്തിലാ നിൽക്കണം. അപ്പൊ അത് കാരണം അവർക്കും ഇത് ഒരു അഡീഷണൽ ആണ് എന്ന് സാരം. അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ അതാണ്, വെറുതെ ശരീരം കൊണ്ട് ഇത് കേട്ടാൽ മതി, നമ്മൾ അറിയണ്ട. ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയാറുണ്ട് ഓഡിയൻസിനോട്, നിങ്ങളുടെ ശരീരം ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ, ഉറങ്ങിക്കോളൂ, എന്നാലും വിരോധമില്ല. വർത്തമാനം പറയരുത്, മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തരുത് എന്നാണ് ഞാൻ പറയാറ്. അതിന്റെ കാരണം ഇതാണ്, പ്രമാണം ഇതാണ്. നാം അറിയാതെ കണ്ട് തന്നെ നമ്മുടെ ജീവൻ അതിനെ സ്വീകരിക്കുന്നു, പരമ്പരയാ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനം കൊടുക്കുന്നു. അതാണ് യജ്ഞശിഷ്ട അശനന്മാര്. അങ്ങനെ സന്തഹ സർവകിൽബിഷൈഹി മുച്യന്തേ, ഇങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടിയതായിട്ടുള്ള ഒരാള്. അതിന്റെ അടുത്തതാണ് പറഞ്ഞത് ആത്മകാരണാത്. ഇത് സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കുറച്ചുകൂടി തിന്മയായിട്ടാണ് വെച്ചാൽ അതും പറയണ്ട. അത്രയും കൂടുതലാണെങ്കിലോ തേ പാപാഹാത്തു അഖം ഭുജ്യതേ, വളരെയധികം പാപത്തെ അനുഭവിക്കേണ്ടി വരും സ്വയം ഇത് സ്വീകരിക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെ മനസ്സിരുത്തണം. അതിനാണ് കർമ്മയോഗം ചെയ്യണം. കർമ്മയോഗമായിട്ട് ചെയ്യണം. നാം ചെയ്യുന്നത് മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക. ഭഗവാന് എന്നുള്ളതില് വിശാലത വേണം. അത് പഞ്ചയജ്ഞപരമായിട്ട് എടുക്കുക. പഞ്ചയജ്ഞം എന്നുള്ളത് ദേവന്മാർക്കും ഋഷികൾക്കും അതേപോലെ പിതൃക്കൾക്കും ഈ സസ്യജാതികൾക്കും തിര്യജാതികൾക്കും കൊടുക്കുക. അപ്പൊ എല്ലാവർക്കുമായിട്ട്, എനിക്കല്ലാതെ കണ്ട് അന്യോപകാരമായിട്ട് ചെയ്യുക, സ്വീകരിക്കുക. രണ്ടും ഒരുപോലെ. കൊടുക്കലും വാങ്ങലും ഈ പ്രവൃത്തി ചെയ്യലും മുഴുവൻ ഇങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്ക് പാപം യേശുകയേയില്ല, ഉള്ള പാപം ഇല്ലാണ്ടാവും, മുക്തി കിട്ടും. യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ജതേ തേ ത്വഖം പാപം ഭുഞ്ജതേ തേ തു അഖം പാപാ യേ പചന്തി ആത്മകാരണാത്. ഇങ്ങനെ 13ാമത്തെ ശ്ലോകം. ഇനി 14ഉം 15ഉം കൂടിയിട്ട് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭൂതാനി അന്നാദ് ഭവന്തി അന്നസംഭവഃ പർജന്യാദ് പർജന്യഃ യജ്ഞാദ് ഭവതി യജ്ഞഃ കർമ്മസമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് അന്വയം. ഭൂതാനി, നമ്മള് ജീവജാലങ്ങൾ മുഴുവൻ, 84 ലക്ഷം തരം ജീവജാലങ്ങൾ മുഴുവൻ അന്നാദ്, അന്നത്തിൽ നിന്ന് ഭവന്തി, ഉണ്ടാകുന്നു. ഇവിടെ പ്രത്യക്ഷാർത്ഥത്തില് അന്നത്തിൽ നിന്ന്, അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യജാലങ്ങളിൽ നിന്നുണ്ടാവുന്ന അതാണ് അന്നം, ധാന്യം എന്ന് പറയാം. അന്നജം ആണ് നമ്മളൊക്കെ. അപ്പൊ അന്നത്തിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ആ തേജസ് എന്തോ അത് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതാത് കാലത്ത് ശരീരത്തെ സ്വീകരിക്കാൻ അനുവാദത്തെ നേടുന്നു. അപ്പോഴാണ് ഒരു ശരീരത്തിലേക്ക് ഒരു ജീവൻ കയറുന്നത്. അത് അന്നത്തിൽ കൂടെയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അന്നാൽ ഭവന്തി ഭൂതാനി.
അത്രേ ഉള്ളൂ. അന്നത്തിൽ നിന്നും ഭൂതങ്ങള് ഉണ്ടാവും എന്നത് സത്യമാണ്. പക്ഷേ ഈ അന്നം കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഭൂതങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കില്ല. നമുക്ക് പുത്രന്മാരില്ലാത്ത അനവധ്യത ദുഃഖം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാ ഒരു ചക്ക ഉണ്ടായിച്ച എത്രയോ വിത്തുണ്ടായില്ലേ, എല്ലാ കുരുകളും മരങ്ങളായിട്ട് മാറുന്നില്ലല്ലോ. അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നേ ഉള്ളൂ. എല്ലാം അങ്ങനെയായി മാറിക്കൊള്ളണം എന്നില്ല. അന്നത്തിൽ നിന്നാണ് ഭൂതാനി ഭവന്തി, അത് സംഭവിക്കണുള്ളൂ. ഇനിയോ അന്നസംഭവ, ഈ അന്നം എങ്ങനെയാ ഉണ്ടാവുക? പർജന്യാത്, മഴയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നം സസ്യജാലങ്ങളിൽ നിന്നാണ് പുറത്തു വരുന്നത് എങ്കിലും ഈ സസ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതായിട്ടുള്ള മാന, മൊയൽ, ഇവരൊക്കെ മറ്റേ സിംഹത്തിന്റെ ഒക്കെ ആഹാരമല്ലേ, അതിലുണ്ട്. എന്താ കാരണം? മൊയൽ തിന്നുന്നത് സസ്യജന്യാണ്. പുല്ലായാലും ശരി, കാരറ്റായാലും ശരി. അപ്പൊ അതിനെ ആഹരിക്കുന്നത് ഈ മൊയലിന്റെ അതിലും എന്തുണ്ട്? അന്നമുണ്ട്. ഈ അന്നം സിംഹാദികളെ തിന്നുമ്പോ അതിലും അന്നമുണ്ട് എന്ന് സാരം. അതെങ്ങനെയാ ഉണ്ടാവണത്? മഴ ഉണ്ടെങ്കിലേ ഈ സസ്യജാലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, വെള്ളം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പർജന്യാത് അന്നസംഭവ. അപ്പോ അന്നം ഈ ഭൂമിയിലേക്ക് ഭഗവാനാൽ തരപ്പെടുന്നത് മഴയിലൂടെയാണ്. മഴയില്ലെങ്കിൽ നമുക്കറിയാലോ, മരുഭൂമി, അത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് പിന്നെ ഒന്നുമില്ല. എല്ല് പോലും നിലനിൽക്കില്ല, മുഴുവൻ ദ്രവിച്ചു പോകും. വെള്ളം വേണ്ട എന്ന് സാരം. ഈ എല്ല് ദ്രവിക്കാൻ വെള്ളം വേണ്ട. അങ്ങനെയുള്ള മഴയിൽ നിന്നാണ് ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള എന്തോ അത്, ആ പദാർത്ഥത്തിനെ അല്ലെങ്കിൽ ആ വസ്തുവിനെയാണ് അന്നം എന്ന് പറയുന്നത്, അത് ഉണ്ടാകുന്നത്. അപ്പോ അന്നസംഭവ പർജന്യാത്. ഇനിയോ പർജന്യ യജ്ഞാത്, മഴ ഉണ്ടാകുന്നത് യജ്ഞത്തിൽ നിന്നാകുന്നു. എല്ലാ നാസ്തികന്മാരും പറയുന്ന ഒരു വാക്കാണ്, ഈ യാഗാദികൾ ചെയ്തിട്ട് മഴ ഉണ്ടാക്കണു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന്. ഇവിടെ വാച്യാർത്ഥം അതാണെങ്കിലും പ്രത്യക്ഷാർത്ഥം അതാണെങ്കിലും അതിന്റെ വ്യംഗ്യാർത്ഥങ്ങൾ വളരെ കൂടുതലാണ്. കർമ്മം ചെയ്താലേ ഫലമുണ്ടാകൂ എന്നതാണ് യജ്ഞാത് പർജന്യ. യജ്ഞത്തിൽ നിന്ന് മഴ ഭവതി, ഉണ്ടാകുന്നു. നമുക്ക് ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആഹാരാദികൾ കിട്ടുന്നതിന്റെ ആധാരം ഈ ജീവൻ വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുക എന്ന് അങ്ങനെ നിശ്ചയുണ്ട്. ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ യജ്ഞാദികൾ ചെയ്യാതെ കണ്ട് ഈ ജീവജാലങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യാത്ര ചെയ്യാൻ സാധിക്കില്ല, ചലിക്കാൻ സാധിക്കില്ല. ജീവജാലങ്ങളെ കൊണ്ടുവരാനുള്ള ഈ മഴ യജ്ഞത്തിലൂടെ ഉണ്ടാവുള്ളൂ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മാത്രമല്ല, മറ്റെല്ലാം ഓരോന്നും 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 സസ്യജാലങ്ങളിൽ നിന്ന് ആഹാരം ഉണ്ടായി നമുക്ക് കിട്ടണ്ടേ, പലതുമുണ്ട്. അതിൻ്റെ ഒരു ബൃഹത്ത് അർത്ഥം ഉണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് യജ്ഞം ചെയ്തല്ലാതെ കണ്ട് ഈ മഴ ഉണ്ടാകില്ല. മഴ എന്ന് മാത്രം കണക്കാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം ഇന്ദ്രനാണ് പർജന്യദേവൻ. ഇന്ദ്രൻ തരുന്നത് മഴ മാത്രമല്ല, പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിനെ മുഴുവൻ. അപ്പൊ ചില കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ അത് എന്ന് മാത്രം എടുക്കരുത്, കുറച്ചും കൂടി അതിന്റെ ബൃഹത്തായിട്ട് എടുക്കണം. യജ്ഞങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ആ ഇതിൽ ഒന്നാണ് മഴ. പർജന്യ യജ്ഞാത് ഭവതി. ഇനി കർമ്മസമുദ്ഭവ. ഈ യജ്ഞം എന്നുള്ളത് നമ്മള് സാധാരണഗതിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഗീത ജ്ഞാനയജ്ഞം. ഇപ്പൊ യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രയെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ് ഓത്തു ചെല്ലണു. പ്രത്യേകമായിട്ട് പൂജിച്ചതായിട്ടുള്ള ദ്രവ്യങ്ങളെ സ്വാഹ, വഷട്ട്, വൗഷട്ട്, ഹും, ഹുംഭട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോമിക്കണു. അതിന്റെ അനുബന്ധമായിട്ട് അത് ഇന്ന ദേവനാണ് സ്വീകരിക്കുന്നത്, ഇന്ന വരങ്ങളാണ് അതുകൊണ്ട് കിട്ടുക, ഇന്ന അനുഗ്രഹങ്ങളാണ്, ഇന്ന ദ്രവ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുക എന്നെല്ലാം ഓത്ത് അവിടെ ചൊല്ലുന്നത് കേൾക്കാം. വളരെ ബൃഹത്താണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ വാക്കുകളെ കൊണ്ട് ഓരോ വാക്കിന്റെയും അക്ഷരങ്ങളുടെയും അതിന്റെ സംയോജനത്തിന്റെയും വിശദീകരണം കൊടുക്കുന്നു, വാക്കിനെ വാക്കുകൊണ്ട് സമർത്ഥിക്കുന്നു. ഇവിടുത്തെ യജ്ഞം അതാണ്. അവിടുത്തെ യജ്ഞം ഈ സമർപ്പണത്തിന്റെ ഒപ്പം ഓത്തായിട്ട് ചൊല്ലുന്നത്, ഋക്കുകളെ, വേദങ്ങളെ ചൊല്ലുന്നത്. അതേപോലെ അതിലെ കർമ്മങ്ങൾ വളരെ വ്യത്യാസം.
എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്രയും കൂടുതൽ വ്യത്യാസം ഉണ്ടായില്ല. അത് മുഴുവൻ അവിടെ പ്രത്യക്ഷത്തിൽ കാണുകയാണ്. ഇത് സ്വീകരിക്കുമ്പോൾ വ്യത്യാസം എന്താ? ഇവിടെ നമുക്ക് വാക്കുകളെ കൊണ്ട് ഈ വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ ഓരോരുത്തർക്കും ഇതാണ് ഇത് എന്ന് മനസ്സിലാവണു. നമ്മൾ ആ ജ്ഞാനികളായിട്ട് നമ്മൾ മാറണു. അവിടെയോ ഇവിടെ സ്വാഹ എന്ന് പറഞ്ഞു, വഷട്ട്, ഹവ, വൗഷട്ട്, ഹും, ഹുംബട്ട് എന്നൊക്കെ പലതുമുണ്ട്. ഒരു 5-8 എന്തായാലും മിനിമം വരും. അപ്പൊ അങ്ങനെ ഓരോന്നും സമർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം ഇന്നതാണ് എന്ന് അവിടെ വാക്കുകളെ കൊണ്ട് വേദമാണ് ചൊല്ലി പറയുന്നത് നമുക്ക് മനസ്സിലാവുമോ? നമ്മൾ അവിടെ ഈ ഹോമിക്കുന്ന വസ്തുവിനെ കാണുന്നുണ്ട്, അതിന്റെ പുക ശ്വസിക്കുന്നുണ്ട്, നമുക്ക് നേരിട്ട് ഈ പുക ശല്യം എന്നേ തോന്നുന്നുള്ളൂ, ശരിക്കും മനസ്സിലാവില്ല. എന്നാൽ അതിന്റെ ഫലോ സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവണു, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം നടക്കണു. ഫലം അതിനും ഫലമുണ്ട്, ഇതിനും ഫലമുണ്ട്. വളരെ വ്യത്യാസമാണ് രണ്ടും തമ്മിലേ, പ്രയോഗങ്ങളുടെ വ്യത്യാസമാണ്, അത്രയേ ഉള്ളൂ. അപ്പോ അത് കേമം, ഇതത്ര സാരമില്ല, എന്താ അവിടെ കാട്ടിക്കൂട്ടുന്ന, ഇവിടെ എന്താ ഉള്ളത്, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വ്യത്യാസങ്ങളെ നമ്മൾ സൂക്ഷ്മ വിശകലനം ചെയ്താൽ മാത്രമേ എന്ത് ഏത് എന്ന് മനസ്സിലാവുള്ളൂ. പൂജ ചെയ്യുന്ന അതേ ഫലം തന്നെയാണ് യാഗം ചെയ്താലും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു വിശദമായിട്ടൊരു കണക്ക് പറഞ്ഞു, ഓർക്കുണ്ടാകുമായിരിക്കാം, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞത്. ഹോമം 1 നമ്മൾ സ്വാഹ എന്ന് പറഞ്ഞ ഒരു തവണ ഹോമിച്ചു എന്ന് കൂട്ടാം. ആ ഹോമം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ അത് പൂക്കളെ കൊണ്ട് അർച്ചിക്കുകയാണെങ്കിൽ ×10 വേണം. ഇനി നമ്മൾ ജപമാണെങ്കിൽ ×100 വേണം. ഒരു ഹോമം ചെയ്യുന്നതിന് ജപിക്കുമ്പോൾ 100 ജപം വേണം. ഓ നമോ നാരായണായ സ്വാഹ എന്ന് 1 കൊടുത്താൽ, ഇങ്ങനെ ഓ നമോ നാരായണായ സ്വാഹ എന്നുള്ളത് അല്ലെങ്കിൽ ഓ നമോ നാരായണായ എന്നുള്ളത് അർച്ചിക്കുമ്പോൾ 10, ഇനി അത് ജപിക്കുമ്പോൾ 100 വേണം. അപ്പോൾ ഈ ക്രമത്തിന് വ്യത്യാസമുണ്ട്, ഈ ഫലത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും യജ്ഞമായിട്ടാണ് കണക്കാക്കുന്നത് എങ്കിൽ ആ യജ്ഞമുണ്ടാകുന്നത് നാം ചെയ്യുന്ന കർമ്മത്തിൽ നിന്നുമാകുന്നു. അതാണ് യജ്ഞഃ കർമ്മസമുദ്ഭവ. അപ്പൊ യജ്ഞം എങ്ങനെയാ ഉണ്ടാവുന്നത്? കർമ്മത്തിൽ നിന്നാണ് യജ്ഞമുണ്ടാകുന്നത്. എത്രയോ കർമ്മങ്ങള് നാം ചെയ്യുന്നത് മുഴുവൻ ഇത് യജ്ഞമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് ഊണ് കഴിക്കൽ യജ്ഞമാണ്. അന്നദാനം കൊടുക്കുന്നത്, അന്നദാനം മഹായജ്ഞം, നോട്ടീസിലൊക്കെ കാണാം. അന്നദാനം മഹായജ്ഞമൊക്കെ ആവണച്ചാല് 1000 ആൾക്കാർക്ക് ആഹാരം കൊടുത്തിട്ട് മാത്രം പോരാ. ഈ 1000 ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്ന ആ വസ്തു എവിടെ നിന്നാണ് സ്വീകരിച്ചത്, അത് ശുദ്ധമാണോ? ആ ധനം ഈ 8ആയിട്ട് വീതിച്ചെഴുതിട്ട് ഒരു ഭാഗമാണോ? കൊടുക്കുന്ന ആഹാരത്തില് എത്രത്തോളം ശുദ്ധിയുണ്ട്, പ്രസാദമാണോ, ഭഗവാന് കൊടുത്തതിന്റെ ബാക്കിയാണോ? പ്രസാദം യജ്ഞ അശിനഹ അല്ലെ, യജ്ഞ ഉച്ഛിഷ്ട അശിനഹ അതാണോ? യജ്ഞശിഷ്ട അശിനഹ ആണോ? ഇങ്ങനെ പലതുണ്ട് നോക്കാൻ. ഇനി മാത്രമല്ല, ഇത് സ്വീകരിക്കാൻ അർഹതപ്പെട്ടയാളാണോ ഈ ആഹാരം സ്വീകരിക്കുന്നത്? അയാൾക്ക് ഉപരിദക്ഷിണ കൊടുക്കുന്നുണ്ടോ? ഈ കൊടുക്കുന്നയാള് ഈ ദാനം സ്വീകരിക്കുന്നയാളുടെ അതേ ഭാവത്തിലാണോ ഇരിക്കുന്നത്? ദാനം വാങ്ങുന്നയാളും ഈ ദാനം കൊടുക്കുന്നയാളുടെ അതേ ഭാവത്തിലാണോ ഇരിക്കുന്നത്? താദാത്മ്യം പ്രാപിച്ചിട്ടുണ്ടോ? എന്തെല്ലാം നോക്കാണ്ടെന്നാ വിചാരിച്ച് ചോറ് കൊടുത്തോണ്ട് മാത്രം ഒന്നും കിട്ടില്ല. കൊടുക്കുന്നതിനുണ്ട് ഫലം, വാങ്ങുന്നതിനുണ്ട് ഫലം, നിയമങ്ങൾ പലതുണ്ട്, അനവധിയാണ്. പക്ഷെ പ്രവൃത്തി, കർമ്മം ആ നിലയ്ക്ക് അത് യജ്ഞമാണ്. അതിൽ നിന്നുമാണ് യജ്ഞം ഉണ്ടാകുക. കർമ്മസമുദ്ഭവ യജ്ഞഃ. ഇനി അടുത്തത് എന്ന് ഇങ്ങനെ കർമ്മ ബ്രഹ്മ ഉത്ഭവം വിദ്ധി. ഈ കർമ്മം ഓങ്കാരമാകുന്ന, നമുക്ക് അത്രയേ ഉള്ളൂ, നമുക്ക് മറ്റേ ബ്രഹ്മമില്ല, ശബ്ദബ്രഹ്മമാകുന്ന ഈ ഓങ്കാരത്തിൽ നിന്നും ജന്യമായിട്ടുള്ള വേദത്തിൽ നിന്ന്, വേദജന്യമായിട്ടുള്ള പുരാണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ അതേപോലെയുള്ള അതിന്റെ സംഗ്രഹമായിട്ടുള്ള ഉപനിഷത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ നിന്നോ കിട്ടുന്നതാണ് എന്ന് അറിഞ്ഞോളൂ. വിദ്ധി, അറിയൂ. കർമ്മ
ബ്രഹ്മ ഉത്ഭവം വിദ്ധി. ഈ കർമ്മം മുഴുവൻ ബ്രഹ്മത്തിൽ നിന്നും ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയൂ അർജുന. ബ്രഹ്മ അക്ഷര സമുത്ഭവം. ഈ ബ്രഹ്മം എന്നതോ ശബ്ദബ്രഹ്മം, ഓങ്കാരം, വേദമായാലും ശരി, വേദത്തിൽ നിന്നുണ്ടായിട്ട് മറ്റേതായാലും ശരി, വേദോ വേദാംഗോ പലതും ഉണ്ടല്ലോ, 19 തരത്തിലുള്ള അറിവുകളുണ്ട്. ഏതായാലും ഈ അക്ഷരബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് അക്ഷര സമുത്ഭവം, നശിക്കാത്തതായിട്ടുള്ള ഭാവത്തില് ഇവിടെ ഓങ്കാരമാകുന്ന അതിനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് കണ്ടതിന്റെ ശേഷം, അതിന്റെ അടുത്ത ഭാവമായിട്ടുള്ള പ്രകൃതീശ്വരിയായിട്ട് കണ്ടതിന്റെ ശേഷം, ആ ഊമ കഴിഞ്ഞ് നാലാമത്തെ തുരീയം എന്നുള്ള ആ മുറുക്കം, അത് പ്രകൃതീശ്വരിയാണ്. അതിന്റെ അടുത്ത ഭാവമാണ് നാദം. ബിന്ദു കഴിഞ്ഞ നാദാണ്. അത് ബ്രഹ്മാണ്ടം മുഴുവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഓങ്കാരത്തിലെ ഈ നാദമാണ് അഗ്നിയായിട്ട് നിലനിൽക്കുന്നത്, ചൂടായിട്ട് നിലനിൽക്കുന്നത്. ആ നാദത്തെ നാം എത്രത്തോളം സ്വീകരിക്കാൻ പ്രാപ്തരാണ്? നമുക്കറിയാലോ, ഇന്ന് റിമോട്ട് കൊണ്ട് നമ്മുടെ ടിവിയിലെ ഓപ്പറേഷൻ നടക്കണു. റോക്കറ്റിനെ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് അത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെയോ എവിടെയോ ആയിക്കോട്ടെ, ഇവിടെ നിന്ന് വിട്ടിട്ട് അമേരിക്കയിൽ നിന്നിട്ട് കൺട്രോൾ ചെയ്യാം ഈ റിമോട്ട് സെൻസറി. എന്താ കാരണം? ഈ നാദമാണ്. ഇത് നാം അറിയാതെ കണ്ട് അതില് ഒരു ശക്തിയുണ്ട്. അത് കലാശക്തി ശബ്ദം. ആ ഊമ ബിന്ദു നാദം 5, പിന്നെ അടുത്ത 3 എണ്ണം. അതാണ് ഇപ്പൊ ഈ റിമോട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. കല, ശക്തി, ശബ്ദം, 8 എണ്ണം കൂടിയതാണ് ഒരു അക്ഷരബ്രഹ്മം, നശിക്കാത്തതായിട്ടുള്ള പ്രകൃതിയിലെ ആ ശക്തി. അതാണ് ഇതെല്ലാം. ഇത് ടോട്ടലാ. ഈ ഓങ്കാരം എന്നുള്ളത് ടോട്ടലാണ്. അങ്ങനെയുള്ള ഈ ശബ്ദബ്രഹ്മത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ഈ കർമ്മം ഉണ്ടായത്. ഈ ബ്രഹ്മം, ഈ വേദം, അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്നതായിട്ടുള്ള പലതും മുഴുവൻ ഈ ഓങ്കാരമാകുന്ന ശബ്ദബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന്, അതിൽ നിന്നും അതിനെ സ്വീകരിക്കാനും കൊടുക്കാനും അനുഭവിക്കാനും വേണ്ടെന്ന് വെക്കാനും, അതാണ് കർമ്മം. ഇതിൽ നിന്നും ഉണ്ടായതാണ് ആ കർമ്മം. ഈ കർമ്മം ചെയ്യുന്നതിനെ തന്നെയാണ് യജ്ഞം എന്ന് പറയുക. ഈ യജ്ഞത്തിൽ നിന്നാണ് മഴ ഉണ്ടാകുന്നത്. മഴ എന്ന് പറഞ്ഞാൽ അതിന്റെ ബൃഹത്താർത്ഥത്തിൽ എടുത്തോളുക. ഈ മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. ആ അന്നത്തിൽ നിന്നാണ് ഈ ഭൂതം ഉണ്ടാകുന്നത്. 2 ശ്ലോകം ഭഗവാൻ ഇത്രയും വിസ്തരിച്ച് പറയാനുള്ള കാരണം എന്താ? നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഈ യജ്ഞ സമുദ്ഭവമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. തസ്മാത് സർവഗതം. ഗതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുക എന്നോ എത്തുക എന്നോ നിറഞ്ഞിരിക്കുക എന്നോ, ഇങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാ ദിക്കിലേക്കും വിന്യസിച്ചിരിക്കുന്ന, എത്തപ്പെട്ടതായിട്ടുള്ള, അതാണ് ഭാവം. ബ്രഹ്മ എല്ലാ ദിക്കിലുണ്ട്. തസ്മാത് സർവഗതം ബ്രഹ്മ. ഈ നാദം ചെല്ലാത്തതായിട്ടുള്ള, ഈ ശക്തിയോ കലയോ ചെല്ലാത്തതായിട്ടുള്ള, ഈ ശബ്ദം, ഇതിന്റെ ഹമ്മിങ് ചെല്ലാത്തതായിട്ടുള്ള ഒരു സ്ഥലമില്ല. നമ്മൾ ചെവിയാണ്ട് പൊത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കേൾക്കാം. പ്രത്യക്ഷമായിട്ട് കേൾക്കുന്ന ശംഖ് ഒക്കെ വെച്ചാൽ ശംഖ് നമ്മുടെ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് അറിയില്ല. നമുക്ക് അറിയുന്നതും നമുക്ക് അറിയാത്തതും. അറിയുന്നതിനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാറ്റിലും ഉണ്ട്, അത് ഒളിഞ്ഞിരിക്കുക. തസ്മാത് സർവഗതം ബ്രഹ്മ. അതുകൊണ്ട് എല്ലാ ദിക്കിലും ഈ ഭഗവത് ചൈതന്യമായിട്ടുള്ള ഈ 8, ആ 8-ലെ 1 എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നു. നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതുകൊണ്ട് ഈ ബ്രഹ്മം എന്നത് എപ്പോഴും യജ്ഞത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, എന്ന് വെച്ചാൽ കർമ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മം എന്നുള്ളത് ചലനാത്മകം. ഈ ചലനാത്മകമായിട്ടുള്ള കർമ്മത്തിലാണ് ഈ വേദവും അക്ഷരബ്രഹ്മവും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം ഇരിക്കുന്നത്. അപ്പോ ഭഗവാൻ നിശ്ചയിച്ചത് എന്താണ്? എല്ലാവർക്കും സദാസമയത്തും പ്രവൃത്തിയുണ്ട്. കർമ്മം ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയില്ല.
നാം അറിയാതെ കണ്ട് ശ്വാസം വലിക്കുന്നു ഉറങ്ങുന്ന സമയത്തും. നാം അറിയാതെ കണ്ട് നമ്മൾ കഴിച്ചായിട്ടുള്ള ആഹാരത്തെ പചിപ്പിക്കുന്നു. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ചലനമില്ലാത്ത അവസ്ഥയിൽ അത് ജഡമായി മാറി. ചലനമുള്ള അവസ്ഥയിൽ പോലും ജഡമാണ് എന്നുള്ളത് അത് വേറൊരു ഭാവം. അത് ഈ ഭാവത്തിൽ പെട്ടതല്ല. ചലനം ഇല്ലെങ്കിൽ അത് ജഡമായിട്ട് കഴിഞ്ഞാൽ ചത്തുപോയാൽ എന്താ വെച്ചാൽ ചെയ്തോളാം. അപ്പോൾ സർവം ബ്രഹ്മമാണ് എന്ന് 2 ശ്ലോകം കൊണ്ട് ബ്രഹ്മത്തിന്റെ അധിഷ്ഠാനം കർമ്മമാണ് എന്നും കർമ്മങ്ങൾ മുഴുവൻ സദാസമയത്തും ഭൂതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും ഇതിന് മുഴുവൻ കാരണം എന്നുള്ളത് ഈ ചലനാത്മകമായിട്ടുള്ള നാം കർമ്മം ചെയ്യുകയാണ്. അത് മുഴുവൻ എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണം. ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത്. അതിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രവൃത്തികളെ ഒന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് സാത്വികമോ ശുദ്ധ സാത്വികമോ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ അവര് സന്തഹ സാത്വികരായിട്ട് മാറുന്നു. ഇങ്ങനെ 14, 15 2 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞഃ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതുകൊണ്ട് നാം കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാത്വിക കർമ്മങ്ങളെ തെരഞ്ഞെടുക്കുക. എടുക്കുന്ന കർമ്മങ്ങള് മുന്നത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ 15 ശ്ലോകങ്ങളെ പറഞ്ഞു. ഇനി 16-ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഖായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. അടുത്തത്, അല്ലയോ പാർത്ഥ, നമ്മളെ വിളിക്കുകയാണ് ഭഗവാൻ. ഏവം പ്രവർത്തിതം ചക്രം യഹ ഇഹ ന അനുവർത്തയതി അഖായുഹു ഇന്ദ്രിയാരാമഃ സഹ മോഹം ജീവതി. ഓ, വല്ലാത്തൊരു ശാസനയാണത്. എന്താ അത്? പാർത്ഥ, അല്ലയോ അർജുന, കൃഷ്ണൻ പറയാണ് ഏവം പ്രവർത്തിതം, ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ചക്രം ഇല്ലേ, ഇതിപ്പോ എന്തിന്റെയൊക്കെ ചക്ര? ഈ ബ്രഹ്മാണ്ടം നിലനിൽക്കുന്നതിൻ്റെതായിട്ടുള്ളൊരു ചക്ര. ആ ചക്രം ഈ ജീവജാലങ്ങളുടെ സംസരിക്കൽ എന്ന ചക്ര. ഇവിടെ ഉണ്ടാകുന്ന ഓരോ വസ്തുക്കളും നമുക്കറിയാം 64 മൂലകങ്ങളിൽ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ അണു 3 ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരമാണു ഭാവത്തിൽ ഓരോന്ന് സെപ്പറേറ്റാ. ആ പരമാണുക്കളുടെ ഈ ബ്രഹ്മാണ്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത് അതിന്റെ പൂർണ്ണമായിട്ട് ലയിക്കുന്നത് വരെ ഈ പരമാണുക്കൾ ഇങ്ങനെ ഉണ്ടായി മാറി 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 ഉണ്ടാവുക, നിലനിൽക്കുക, മാറുക, വളരുക, സംയോജനാണ് അവിടെ വരിക. ലയിക്കുക, മുഴുവൻ നശിക്കുക, ഇങ്ങനെ ഒരു ഭാവത്തിൽ വരും ചക്രം. ഏവം പ്രവർത്തിതം ചക്രം യഹ. ഇനി നമ്മളെ പോലെയുള്ള ജീവൻ ശരീരത്തെ സ്വീകരിച്ച ഓരോ ആളുടെ കാര്യമാണ് എങ്കിൽ, അതും മർത്യഭാവത്തിലാണെങ്കിൽ, യഹ ഇഹ ന അനുവർത്തയതി. ഇവിടെ ഈ മനുഷ്യജീവൻ കിട്ടിയിട്ട്, മനീഷയുള്ളതായിട്ടുള്ള ബുദ്ധിയുള്ള വിശേഷ ബുദ്ധി കിട്ടിയിട്ട് നമ്മളിവിടെ യാതൊരുവൻ ഇവിടെ ന അനുവർത്തയതി ചെയ്യുന്നില്ല, അനുസരിക്കണില്ല, ഭഗവാൻ പറഞ്ഞതിനെ കൂട്ടാക്കണില്ല എങ്കിൽ അഖായുഹു. അഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം. ആയുഷ്കാലം മുഴുവൻ പാപം ചെയ്യുന്ന ഭാവത്തില് പാപിയായിട്ട് മാറുന്നു. എന്തേ ചെയ്യണുള്ളൂ? കൊല്ലണമൊന്നുമില്ല. ഇന്ദ്രിയാരാമഹ. ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ട് ദേഹത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഭാവത്തിൽ ഉള്ള ഓരോരുത്തരും അഖായുഹു ആണ്, പാപികളാണ്. സഹ മോഹം ജീവതി. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ശരീരത്തെ കിട്ടിയിട്ടും മോഹം ജീവതി. എന്താ മോഹം? ഒരു പ്രയോജനമില്ലാതെ കണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളത്തിൽ വരച്ച വര. എന്താ അതുകൊണ്ട് പ്രത്യേകത? ഒന്നുമില്ല. വായുവിൽ ഇങ്ങനെ വരച്ചാൽ അതൊന്നും കിടക്കില്ല. അപ്പോ ഫോണ് കാണുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഫലമില്ല. അതുകൊണ്ട് അമോഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യം കാണാതെ കണ്ടിരിക്കില്ല. സാധാരണ അസ്ത്രത്തിനാണ് അമോഘം എന്ന് പറയുക. പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്.
എങ്ങനെയാ വേണ്ടത്? ഒരു പൂജ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയണു, നിങ്ങൾക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല വെച്ചാൽ അത് മോഘമാണ്. നിങ്ങൾക്ക് മനസ്സിലായിച്ചാലോ അത് അമോഘം ആണ്. യഥാർത്ഥത്തിലുള്ള ഗുരുവാണ്, ജ്ഞാനിയാണ്, സജ്ജനമാണ്, ആചാര്യനാണ് എങ്കിൽ ശ്രീശുഖ ബ്രഹ്മർഷിയെ പോലെ പരീക്ഷത്തിന്റെ ഉള്ളിലേക്ക് താൻ പറയുന്നത് താൻ തന്നെ കേട്ട് പരീക്ഷത്തിന്റെ ജീവനെ രക്ഷപ്പെടുത്തുക എന്ന ഭാവത്തിലെത്തിയെങ്കിൽ അത് അമോഘം. ഇനി സൂത ശൗനക സംവാദമായിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ സൂതൻ പറയുന്നു, യോഗ്യത കൊണ്ട് ഈ ജ്ഞാനാദികളെ ഉള്ളത് കൊണ്ട് ശൗനകാദി മഹർഷിമാര് അവർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അത് കേൾക്കണു, പ്രയോഗിക്കുന്നു. അതും അമോഘമായിട്ട് മാറുന്നു. ഭാവത്തിന് കുറേ വ്യത്യാസമുണ്ട്. നമ്മളെ പോലെയുള്ളവർക്ക് മുഴുവനായിട്ട് അമോഘം സാധ്യല്ല. പക്ഷെ കുറച്ച് കുറച്ചൊക്കെ കിട്ടും. അതിനും ശ്രമിക്കുന്നില്ലെങ്കിലോ നമ്മള് മോഹം തന്നെയാ. വെള്ളത്തിൽ വരച്ച വര പോലെ പ്രവൃത്തി നിഷ്ഫലമായിട്ട് തീരണു. ഈ ശരീരത്തെ കിട്ടിയിട്ടും നമ്മൾ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാതെ കണ്ട് ഈശ്വരോപാസന ചെയ്യുന്നില്ല. ഈശ്വരൻ പറഞ്ഞതിനെ അനുസരിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, ആചാരം ചെയ്യണില്ല, അനുഷ്ഠാനം ചെയ്യണില്ല, വേണ്ടതിനെ സ്വീകരിക്കുന്നില്ല, വേണ്ടാത്തതിനെ സ്വീകരിക്കണു, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുന്നില്ല, ഉപേക്ഷിക്കേണ്ടതിനെ സ്വീകരിക്കണു, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണില്ല, ഉപേക്ഷിക്കണം. അത് പ്രവൃത്തിയായാലും ശരി, വസ്തുക്കളായാലും ശരി. അപ്പോ ഇന്ദ്രിയാരാമന്മാരാണ് എങ്കിൽ അവർ അഘായുക്കളാണ്, പാപികളാണ്, ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. ഭാഗവത പ്രകാരമാണ് വെച്ചാൽ അവര് ആത്മഹത്യ ചെയ്യുന്നവരാണ്, ആത്മഹന്താക്കളാണ്. എത്ര കൂടുതലാ ഒരു ശ്ലോകം കൊണ്ട് ഭഗവാൻ പറഞ്ഞത്. ഏവം പ്രവർത്തിതം ചക്രം. അപ്പൊ ഇങ്ങനെ ആവണം നമ്മുടെ ഓരോ പ്രവൃത്തിയും. എങ്ങനെയാ വേണ്ടത്? ഭഗവാൻ പറഞ്ഞത് എന്താണോ അതേപോലെ തന്നെ നാം അത് ചെയ്യണം. അങ്ങനെ ന അനുവർത്തയതി ഇഹ, അങ്ങനെ ആരും ചെയ്യുന്നില്ല എങ്കിൽ അയാള് യഹ അഖായുഹു, അതാരാ? പാപിയാണ്. എന്താ കാരണം? സഹ ഇന്ദ്രിയ ആരാമഹ. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ രമിക്കുന്നവരാ. അവര് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മോഹമാണ്. അതുകൊണ്ടൊരു ഗുണമില്ല. സഹ എങ്ങനെയാ ജീവിക്കണത്? ആത്മഹന്താക്കളായിട്ടാ ജീവിക്കണതേ. മോഹം ജീവതി, അതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സജ്ജനങ്ങളാണ്, സാത്വിക ഭാവത്തിൽ ജീവിക്കണം, അനുസരിക്കണം, ചെയ്തുകൊണ്ടേയിരിക്കണം. അതും ശുദ്ധ സത്വത്തിലേക്ക് എത്താനായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു. ഏവം പ്രവർത്തിതം ചക്രം. ഇത് ഭഗവാനാ നിശ്ചയിച്ചതായിട്ടുള്ള ഈ ചക്രം. ഇത് നമുക്കൊന്നും മാറ്റാൻ സാധിക്കില്ല. ഇങ്ങനെ ന അനുവർത്തയതി ഇഹ യഹ, ആരാണോ ഇത് അനുവർത്തിക്കാത്തത് അയാൾക്ക് മഹാപാപം എന്ന രീതിയിൽ അഘായുവായിട്ട് ജീവിക്കേണ്ടി വരും. അതിന്റെ കാരണം ഇന്ദ്രിയാരാമത്വം ആണ്. ആ ജീവിതം ജീവിക്കുന്നത് സഹാ ജീവതി മോഹം എന്ന് നിയമം, അല്ലയോ പാർത്ഥ എന്ന്